ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും ATRലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാനും വിഷ്ണുവും കൂടെ ഇലവിഴ പൂഞ്ചിറയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയില്ല, അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുകയാണ്. ഞാൻ അതിൻ്റെ വേറെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ആണ്ടെ വിഷ്ണു തോപ്പാണ്. അതെ, നമ്മൾ വഴി തെറ്റി ചെറുതായിട്ടൊന്ന്. കണ്ട ഇവിടെ ഒരു കിടിലൊരു വളവാണ് ഈ സൈഡിൽ. ഇത് കണ്ട ഇവിടെ ഒരു കിടിലൊരു വളവാണ്. കണ്ട വണ്ടി വളഞ്ഞേറി പോകണണ്ട, അങ്ങ് മേലോട്ടാണ് കയറി പോകേണ്ടത്. നമ്മൾ കയറിപ്പോണ വഴിക്കുള്ള കിടിലം കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരാം. ഇത് വേണ്ട, കയറിപ്പോണ വഴി നല്ല അവന്തോടെ ഇപ്പോൾ ഉണ്ട്. നോക്കിയണി എന്തൊരു വലിയ കുന്നം, നോക്കിയണി കിടില സ്ഥലം. ഈ മലപ്രദേശത്തെല്ലാം കാണപ്പെടുന്ന പുല്ലാണ് തൻ്റെ ഈ കാണുന്നത്. ഇപ്പുറ സൈഡ് നോക്കിയാണി മലയാണ്. കണ്ട ആ മലയുടെ ഇടയിൽ കൂടെ ചില സ്ഥലങ്ങളിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. ഇതിൻ്റെ മണ്ടയിലോട്ടേക്ക് കണ്ട ഒരു വണ്ടി താഴെ നേറി വരുന്നുണ്ട്. കണ്ട ഇവിടെ കണ്ട ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കണക്ക് എന്തോ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നാൽ അവിടെ ഉണ്ടാവുന്നു. എന്നടാ വരുന്നില്ലേ? ആണ്ട് ഇവിടെ എന്തോ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സംഭവം ഉണ്ട്. കറക്റ്റ് എന്തോണെന്ന് അറിയാമേ, നോക്കിയിട്ട് വരാം. പാമ്പങ്ങനെ ഉണ്ടാ എന്തോ. ഇവിടെ ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടേ. ആണ്ടിതണ്ട, ആണ്ട് ഇവിടെ കണ്ട. മഴയത്ത് എനിക്കൊന്ന് പൊളിയായിരിക്കും എന്ന് തോന്നുന്നുണ്ട. പരിചയമില്ല സ്ഥലമായിട്ട് നമ്മൾ ഇറങ്ങുന്നില്ല. മാത്രമല്ല ഭയങ്കര കാട്. ഫുള്ള് പാറയാണ് ഇവിടെ എല്ലാം. അങ്ങനെ നമ്മളൊരു ജീപ്പ് എടുത്ത് പോവുകയാണ് ഞാനും കൂടെ. തലവർ പേരെന്തോന്നണ്ടാ? ആൻസൻ. ആൻസനാ? ആൻസൻ. നമ്മളിപ്പോൾ എവിടെയൊക്കെയാണ് പോണത്? പിന്നെ അത് കഴിഞ്ഞാൽ മുനിയറ കേവ്, തൊട്ടടുത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട്, മലങ്കര ഡാമൊക്കെ കാണാം. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വഴി വന്നിട്ട് ഏറ്റവും ടോപ്പ് സ്റ്റേഷനിൽ അവിടെ ചെന്ന് നടക്കാണ്ടല്ലേ? അവിടെ ഒരു 300 മീറ്റർ നടക്കാം. ഓക്കെ. സീസൺ എപ്പോഴാണ് ഇവിടെ? മഴയൊക്കെ ഉള്ള സമയത്ത് വരുവാണ് നല്ല ക്ലൈമറ്റ്, മഞ്ഞൊക്കെ നല്ല കോടാണ് അല്ലേ? ഇത് ഈ തടാകത്തിന്റെ ഇടം വരെ പോവോ വണ്ടി? വലിയ ജീപ്പേ പോവുള്ളല്ലേ, മറ്റു വണ്ടികളൊന്നും പോകൂലല്ലേ? ഏതാണ് മറ്റേ സാധാ കാറുകളും കാര്യങ്ങളൊക്കെ? റോഡ് കണ്ട ഓഫ് റോഡാണ്, കിടില ഓഫ് റോഡാണ് മൊത്തം. അങ്ങനെ നമ്മൾ തടാകത്തിനോട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ കാണുന്നതാണ് തടാകം. മീനൊക്കെ ഉണ്ടാ? കേടില്ല. കുടിക്കാൻ എടുക്കുമല്ലേ? ഇതാണ് നമ്മുടെ ജീപ്പ്. നിങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്നവരാണ്? എന്റെ ഇവിടെ ഇവിടെ 6 കിലോമീറ്റർ പോകും. വേറെന്തൊരു പണി? വേറെ ബസ് ഓടിക്കും തന്നെ. തടാകത്തിന്റെ മണ്ടയിൽ കണ്ട ഫുള്ള് മലയാണ്. റോഡ് കണ്ട ഇടില ഓഫ് റോഡാണ്. നമ്മുടെ വണ്ടി കയറി വരുന്ന ഓഫ് റോഡിൽ നമ്മളെ വണ്ടി കയറി വരുന്ന നോക്കണേ. ലൈറ്റൊക്കെ ഇട്ട് കയറിയ കിടിലാണ്. ഫുള്ള് കാലിലും കാര്യങ്ങളുമാണ് കേട്ടോ. ജീപ്പ് മാത്രമേ പോകത്തുള്ളൂ ഇവിടെ. ചെറുതായിട്ട് പെയ്തോളൂ. കിടില രസമാണ്. കണ്ട 2 ദിവസം മുൻപ് നല്ല മഴയാണ്. ഈ ജീപ്പ് ഇരുന്നിങ്ങനെ കണ്ടോ കിടിലം തന്നെ. ഓക്കെ, മുനിയറ ഗുഹയല്ലേ? ഇതാണ് നമ്മൾ മുനിയറ ഗുഹയിലോട്ട് പോണ വഴി. ആ വെള്ളം കച്ചാട്ടം ചാടിയാണോ പോണത്? ഇന്നില്ലേ നമ്മളാ വെള്ളച്ചാട്ടമൊക്കെ ഇറങ്ങി വരികയാണ്. അതെ, മുനിയറ ഗുഹ പോണ വഴിയാണ്. അതിൻ്റെ ഇതിലൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇത് ക്രോസ് ചെയ്താണ് വണ്ടി കയറി വരുന്നത്.
അത് കാണാൻ കിടിലായിരിക്കും. നോക്കിക്കോ, നമ്മളെ ജീപ്പ് ഇപ്പോൾ വെള്ളച്ചാട്ടം ക്രോസ് ചെയ്യാൻ പോയാണ്. കയറുന്നില്ലേടേ? മുനിയറ ഗുഹയിലോട്ട് പോണ വഴിയാണ് ഇത്. പക്കാ ഓഫ് റോഡ്. വഴിയിൽ താഴോട്ട് പോയാൽ മതി അണ്ണാ. ആണ്ട മുനിയറ, ആണ്ട മുനിയറ നോക്കിയാണ്. ഫുള്ള് കല്ലും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാടങ്ങ് പോകണം അണ്ണാ ഇവിടുന്ന്. അതെ, ഇവിടെ എന്തോ പ്രത്യേകത എന്തുവാ? ഓ, മുനിമാർ താമസിക്കുന്ന നല്ല ഇരുട്ട് മൂടി കിടക്കുന്ന കേട്ടാ. ഒറ്റയ്ക്കൊക്കെയാണെങ്കിൽ നമുക്ക് പേടിയാവും കേട്ടാ. അണ്ടാ നോക്കിയേ, ഇവിടെ വേറെ ടീമും ഫ്രണ്ടിലേ പോകണുണ്ട് നമ്മളെ. നമ്മളോടാ നമ്മക്കൂടെ വഴിയെന്ന് പറഞ്ഞൂടാ. ഇതിനകത്ത് സംഭവം ഇതിനകത്ത് വെള്ളം അങ്ങാണ്ട് കെട്ടി കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ബ്രോ നമ്മടെ കേറി വാ. ഓ ഫ്രണ്ടിലേ പോ. ഫോണൊക്കെ കൊണ്ടുപോകല്ലേ? പേടിയാണെങ്കിൽ ഫോണില്ലേ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വെട്ടം കാണണമെങ്കിൽ നമ്മളങ്ങനെ ഗുഹയിലോട്ട് ഇറങ്ങിയാണ് കേട്ടാ. അങ്ങനെ നമ്മള് ഗുഹയിലോട്ട് ഇറങ്ങിയാണ് കേട്ടാ. തെന്നൂടാ ഗുഹ ഇവിടെ പയ്യന്മാരെ ഒരാള് ഫ്ലാഷ് അടിച്ചേടാ. നമ്മള് പോകുന്നു ഗൈസ്. ഇതാണ് ഇതിനകത്ത് ഇതാണ് മോനെ ഗുഹ. സുഭാഷേ സുഭാഷേ കുട്ടേട്ടാ ഇതിനകത്ത് നല്ല വെള്ളം. സുഭാഷേ സുഭാഷ് കുട്ടേട്ടാ കുട്ടേട്ടാ ഇതിനാണ് ചേച്ചി മേടിച്ചത്. അവിടെ ഇവിടുന്ന് വെള്ളം ഇതിനകത്ത് നല്ല രീതിക്ക് വെള്ളം വരുന്നുണ്ട് തന്നെ. അത്ര ആസ്തിയുള്ള പുള്ളിയാ. അണ്ടോ കയറി വരുന്നുണ്ടോ അടുത്താല്. പയ്യെ കയറി വന്നാ ഇപ്പൊ പിടിച്ച് കയറി കേട്ടോ. വിഷ്ണു പോയിക്കാത്തോടെ വരും. വിഷ്ണു കൈ കാണിക്കടാ. ഇവിടെ നോക്കടാ. ആ നമ്മ ഡ്രൈവർ എണ്ണം കയറി വരുന്നുണ്ട്. ഡാം കാണുന്നുണ്ടാ? ഇതൊരു ഡാമാണ് കേട്ടോ. പൊളി സ്ഥലം. മഞ്ഞുകൂടി കിടക്കുന്ന നോക്കിയാണി. വാവ്, പൊളിന്ന് വെച്ചാൽ പൊളി സ്ഥലം. നോക്കിയാണി, ഇത് നോക്കിക്കോണേ. കണ്ട ഇതൊക്കെ നല്ലൊരു ഇതിൻ്റെ ഏത് സ്ഥലം ഉണ്ടായത്? അത് ഈ വെള്ളം കയറി ഏതാണ്? ഡാമാണ് അത്. ഡാമിൽ വെള്ളം കയറി കിടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് വീടുണ്ടാണ്. അതിനിടയ്ക്ക്
കാണണ്ട ഇവിടെ. ആ റോസ് പോലെ കിടക്കണ അതുകൊണ്ട് ഓ അതുകൊണ്ട് അവിടെ കണ്ട അവിടെ ഒരു കുന്നുണ്ട്. ഇവിടെ വേണ്ട വേണ്ട ഇത് ഫുള്ള് മഞ്ഞാണ്. കണ്ട ഇത് കണ്ട ആ ഇത് കണ്ട ഓ പൊളി സ്ഥലം നോക്കിയണി. ഓ തല തണുത്ത കാട്ടടി, തല കീടിലും തണുത്ത കാറ്റ് നോക്കിയണി. നമ്മളെ ജീപ്പ് കിടക്കുന്നുണ്ട. ഇതിൻ്റെ തൊട്ട് താഴെയാണ് മുനിയറ. ഇല്ല കാണുന്നതാണ് ഇപ്പം നമ്മൾ കണ്ട സ്ഥലം. അതൊരു വ്യൂ പോയിൻ്റാണ്. 1000 രൂപ കൊടുത്ത ടിക്കറ്റല്ല ജീപ്പിൻ്റെ ചാർജ് വരുന്നത്. ഇവിടെ 4 സ്ഥലങ്ങളാണ് മെയിനായിട്ട് കാണാനുള്ളത്. ഒന്ന് മുനിയറ കേവ് ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്തൊരു വ്യൂ പോയിൻ്റാണ് മലങ്കര ഡാം കാണാവുന്നത്. പിന്നെയാണ് എലവിഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ ലേക്ക് ഉണ്ട്. പിന്നെ ഏറ്റവും ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത് മെയിൻ വ്യൂ പോയിൻ്റ് അതാണ്. അണ്ണൻ്റെ നമ്പർ എന്ന് പറഞ്ഞോ? എൻ്റെ നമ്പർ 86 06 15 78 48. ആരെല്ലാം വരുന്നെങ്കിൽ അണ്ണ വിളിച്ചാൽ മതി. അണ്ണൻ ഗഡിലായിട്ട് എല്ലാ സ്ഥലവും കാണിച്ചില്ലേ അണ്ണാ? അതന്നെ കാണിച്ചത്. ഒരു വണ്ടിക്കല്ലേ 1000 രൂപ വരുന്നത്? വണ്ടിക്കാണ് 1000 രൂപ. ആ വണ്ടിയിൽ എത്ര രൂപ കൊള്ളും? വണ്ടിയിൽ 7 പേര്. 7 പേർക്ക് വരെ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഗഡിലാണ്. നമുക്ക് ഈ ഗുഹയിൽ നമ്മൾ ബൈക്കിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വരാൻ പറ്റത്തില്ല. അപ്പം അല്ലാതെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഗുഹയിലേക്ക് ഇറങ്ങിയാൽ പ്രത്യേക അനുഭവം തന്നെ ആയിരിക്കും. അതുകൊണ്ടാ വണ്ടി റോഡിലൂടെ കയറി പോകണ നല്ല രസമുണ്ടല്ലേ കാണാൻ. ജീപ്പിൽ ഇങ്ങനെ പോകാനായിട്ട് സംഭവം കൊള്ളാണ് കേട്ടാ. സിനിമ ഷൂട്ടിങ്ങൊക്കെ നടന്ന സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. എന്താ ടോപ്പിലെ വ്യൂ പോയിന്റിലോട്ട് കുറച്ച് നടന്നു പോകണ്ടല്ലേ ഏട്ടാ? ഇവിടം വരെ വണ്ടി എടുത്തതാ. ജീപ്പ് പറന്ന് കയറി പോകണ്ട. കുറച്ച് ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡ് ആയതുകൊണ്ട് കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ആ ഗുഹയിലിറങ്ങിയ ടീമാണ് ആ പോണത്. വ്യൂ പോയിന്റിലോട്ട് പോയി. മഴ വരുന്നുണ്ട്. മിക്കവാറും മഴയും നനഞ്ഞോണ്ട് നമ്മൾ തിരിച്ചു പോകാനായിട്ട് നോക്കിയാണ്. വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ പാടാണ് ഭയങ്കര. ആ മഴ പൊടിയുന്നതേ മറ്റേ ജീപ്പ് കയറി പോകുന്നു. ഈ റോഡിൻ്റെ അവസ്ഥയെ നോക്കി. റോഡൊന്നും പറയണ്ട, ഫുള്ള് കല്ല്. നമ്മളങ്ങനെ ടോപ്പിലെത്താറായെന്നോ. ഇതുണ്ട് ആ മഴ വരുന്നുണ്ട്, മഴ വരുന്നുണ്ട്. വാ കിടില തണുത്ത കാറ്റ്. വാ പൊള്ളി സ്ഥലം നോക്കിയാണി. എന്ത് സൂപ്പർ സ്ഥലമാണെന്ന് നോക്കിയാണി. ഇവിടെ നമ്മളവിടെ കണ്ട കണക്കൊരു കനാലിടാതുകൊണ്ട് നോക്കിയാണി. നമ്മൾ മേല് കണ്ടില്ലേ, അതേ സെയിം കണക്കൊരു കനാൽ നോക്കിയാണി. ഓ എന്തൊരു വലിയ കൊക്കേടാ ഇതൊക്കെ. ഇടി വെട്ടുന്നുണ്ട് കേട്ടാ. ഇതണ്ട പൊള്ളി സ്ഥലം കണ്ട. നല്ല തടാകം കണ്ടില്ലേ, അതിൻ്റെ മണ്ടയിൽ നിന്ന് കാണാൻ കണ്ടതുകൊണ്ടേ. താഴെക്കുള്ള റോഡ് കണ്ട, റോഡ് കണ്ട. എന്തൊരു കാറ്റ്, കിടിലൻ കാറ്റടി. കിടിലെന്ന് വെച്ചാൽ കിടില സ്ഥലം. കിടിലൊരു കാര്യം കാണിച്ചാൽ നോക്കിക്കോണേ. തിരിഞ്ഞു നോക്കും. ഇത് ഇങ്ങനെ നോക്കിക്കോ. ഈ കല്ലിൻ്റെ ഉണ്ടേ കയറിക്കോ നോക്കിയാണി. നോക്കിയാണി. ഓ മഞ്ഞ് കയറി നോക്കിയാണി. മഞ്ഞ് വരുന്നോന്ന് എനിക്കറിയില്ല. നോക്കി മഞ്ഞ് അങ്ങനെ പൂളി സ്ഥലം. പൂളി എന്ന് വെച്ചാൽ പൂളി സ്ഥലം. ഓക്കെ കണ്ടേ സൂക്ഷിച്ച് നോക്കിയല്ലേ. ഈ വീഡിയോ കൂടെ കാണാൻ പറ്റുന്നില്ലേ മഞ്ഞ് കയറി പോണ. മഞ്ഞിങ്ങനെ കൂടെ കയറി പോണു. വാ കിടിലം സ്ഥലം.